ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കിന്റെ രണ്ടാം ഭാഗമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് അംശബന്ധം അല്ലേ, അതേപോലെ എന്താണ് അവയുടെ പ്രോപ്പർട്ടീസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതം എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോപ്പർട്ടീസും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത് എന്താണ് അനുപാതം എന്നാണ്. നമ്മൾ അംശബന്ധം എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പൊ അംശബന്ധവും അനുപാതവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് പറയുന്നത്. രണ്ട് അംശബന്ധം തുല്യമാണെങ്കിൽ അവ അനുപാതത്തിലാണെന്ന് പറയാം. രണ്ട് അംശബന്ധം തുല്യമാണെങ്കിൽ അവ അനുപാതത്തിലാണെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ A:B = C:D. ഇവിടെ A:B എന്ന് പറയുന്നതും C:D എന്ന് പറയുന്നതും എന്താണ്? രണ്ട് അംശബന്ധങ്ങളാണ്. ഇവ എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ഇവ എന്താണ്? അനുപാതത്തിലാണ്. പിന്നെ രണ്ട് സംഖ്യകളെ, ഇപ്പം അംശബന്ധം എന്ന് പറയുന്നത് X:Y ആണെങ്കിൽ ആ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? XK അതേപോലെ YK ആയിരിക്കും. Xന്റെ ഗുണിതമോ Yന്റെ ഗുണിതങ്ങളോ ആയിരിക്കും. ഇവിടെ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ സ്ഥിരസംഖ്യ ആണ്. അടുത്ത പറയുന്നതാണ് ABCD എന്നീ സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ A:B = C:D ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിപ്പോൾ എന്താ A:B = C:D അല്ലേ, അത് എന്തായിരിക്കും? അനുപാതത്തിലായിരിക്കും. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം അറിയാം, A:B = C:D ആണ് അല്ലേ. ഇതിനെന്താ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് എഴുതിക്കൂടെ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അംശബന്ധം A:B എന്നതിന് നമുക്ക് A/B എന്ന് എഴുതാലോ. അതേപോലെ ഇത് എഴുതുമ്പോഴോ A/B = C/D എന്ന് എഴുതാം. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴോ ഇത് വരുന്നത് AD = BC എന്ന് വരും. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇത് AD = BC ആണ്. ഇതിനിങ്ങനെ എഴുതുമ്പോൾ A/B = C/D എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. A/C = B/D യും തുല്യമാണ്. അതേപോലെ A/B = C/D യും തുല്യമാണ്. അടുത്തത് ABCD എന്നീ സംഖ്യകൾ അനുപാതത്തിലായാൽ A:B = C:D ആയിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ. ഈ അനുപാതത്തിൽ 4 സംഖ്യകളിൽ പറയുന്ന കുറച്ച് പേരുകളാണ് ഇനി പറയുന്നത്. രണ്ടറ്റത്തുള്ള സംഖ്യകളെ, അതായത് Aയും Dയും ഈ രണ്ട് സംഖ്യകളെ അന്ത്യപദങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രീംസ് എന്നാണ് പറയുന്നത്. എന്താണ്? രണ്ടറ്റത്തുള്ള സംഖ്യകളെ, അതായത് Aയും Dയുമാണ് ഈ തന്നിട്ടുള്ള അനുപാതത്തിൽ രണ്ടറ്റത്തുള്ളത് അല്ലെ. ഈ രണ്ട് സംഖ്യകളെ എന്താണ് പറയുന്നത്? എക്സ്ട്രീംസ് അല്ലെങ്കിൽ അന്ത്യപദങ്ങൾ. ഇനി നടുക്കുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? നടുക്കുള്ളത് Bയും Cയും ആണ് നടുക്കുള്ള രണ്ട് സംഖ്യകൾ. എന്താണ്? ആ സംഖ്യകളെ മധ്യപദങ്ങൾ അല്ലെങ്കിൽ മീൻസ് എന്നാണ് പറയുന്നത്. രണ്ടറ്റത്തുള്ള സംഖ്യകൾ എക്സ്ട്രീംസ് അല്ലെങ്കിൽ അന്ത്യപദങ്ങൾ എന്നും, നടുക്കുള്ള സംഖ്യ അതായത് ബിയും സിനെയും മധ്യപദങ്ങൾ അല്ലെങ്കിൽ മീൻസ് എന്നുമാണ് പറയുന്നത്. ഇനി ഡിയെ നാലാം അനുപാതം എന്നും പറയുന്നു. ഈ ഡി എന്ന സംഖ്യയെ നാലാം അനുപാതം എന്നും പറയുന്നുണ്ട്. അതേപോലെ എക്സ്ട്രീംസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ മധ്യാനുപാതം, അതേപോലെ മൂന്നാം അനുപാതം, നാലാം അനുപാതം ഒക്കെയാണ് നോക്കുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ് മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എന്നാണ്. AB എന്നീ രണ്ട് സംഖ്യകളുടെ മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? √AB ആയിരിക്കും. എന്താണ്? AB, അതായത് Aയും Bയും ഗുണിച്ചതിന് ശേഷം അതിന്റെ വർഗ്ഗമൂലം കണ്ടാൽ നമുക്ക് മീൻ പ്രൊപ്പോർഷൻ എന്താണെന്ന് കിട്ടും. ഇനിയോ മൂന്നാം അനുപാതം AB എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ തന്നാൽ അവയുടെ മൂന്നാം അനുപാതം എന്ന് പറയുന്നത് എന്താണ്? B²/A. ഇവിടെ ബിയുടെ വർഗം ഹരിക്കണം A ആണ്. ഇനി ABC മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലെ. അവയുടെ നാലാം അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ BC/A ആണ്. എന്താണ്? BC/A. മീൻ പ്രൊപ്പോർഷൻ √AB ആണ്. മൂന്നാം അനുപാതം എന്ന് പറയുന്നത് B²/A ആണ്. നാലാം അനുപാതം എന്ന് പറയുന്നത് എന്താണ്? BC/A ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കുറച്ച് റിലേഷൻസ് ആണ്. ഓക്കെ, ഇത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിൽ ചോദിച്ചൊന്നും വരില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും.
അതിലൊന്നാമത് പറയുന്നതാണ്, ഇപ്പൊ നമുക്ക് എക്സ് ഈസ് ടു വൈയും തന്നു, വൈ ഈസ് ടു സെഡും തന്നു. നമ്മളോട് ചോദിക്കുകയാണ് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എത്രയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയും വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയും ആണെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് എന്താണ്? എ സി ഈസ് ടു ബി സി ഈസ് ടു ബി ഡി ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്താണ്? എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയും വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയും ആയാൽ ഇവിടെ എക്സ് ഈസ് ടു സെഡ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതായത് എക്സ് ഈസ് ടു സെഡ് എന്ന് പറയുന്നത് എ സി ഈസ് ടു ബി ഡി ആയിരിക്കും. അതായത് ഈ ഒരു പ്രൊപ്പോർഷന്റെ ഈ ഒരു ഭാഗം മാത്രം മാറ്റിയിട്ട് അല്ലേ, എ സി ഈസ് ടു ബി ഡി. ഇനി എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് വൈ ഈസ് ടു സെഡും കൂടെ ഒരെണ്ണം കൂടി വരികയാണ്. അതായത് സെഡ് ഈസ് ടു വി എന്ന് പറയുന്നത് തരുവാണ്, മൂന്നെണ്ണം തരുവാണ്. അവ ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് ഈസ് ടു ബിയും വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയും ആണ്. സെഡ് ഈസ് ടു വി എന്ന് പറയുന്നത് ഈസ് ടു എഫും ആണെങ്കിൽ എക്സ് ഈസ് ടു വി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ഈസ് ടു വി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? എ സി ഇ എല്ലാ പ്രൊപ്പോർഷൻ്റെയും ആദ്യത്തെ 3 സംഖ്യകൾ ഗുണിക്കുക. എ സി ഇ ഈസ് ടു, പിന്നെയോ രണ്ടാമത്തെ സംഖ്യകൾ അല്ലേ, അതായത് ബി ഡി എഫ്. അതാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ബി ഡി എഫ്. അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യത്തെ സംഖ്യ ഏതാണ്? എ സി ആണ്. അത് ഈസ് ടു രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ബി ഡി ആണ്. ഇവിടെ സെഡ് എക്സ് ഈസ് ടു സെഡ് വരുന്നോണ്ടാണ് കേട്ടോ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? എക്സ് ഈസ് ടു വി ആണ് വന്നിട്ടുള്ളത്. ഇനി എക്സ് ബൈ എ ഈക്വൽ ടു വൈ ബൈ ബി ഈക്വൽ ടു സെഡ് ബൈ സി ആയാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? എ ഈസ് ടു ബി ഈസ് ടു സി ആണ്. സിമ്പിൾ ആണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തരുന്നു എന്നുള്ളൂ. അപ്പം നമ്മളോട് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ചോദിച്ചാൽ എ ഈസ് ടു ബി ഈസ് ടു സി ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു എന്ന് വരില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് റിലേഷൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ റേഷ്യോ പ്രൊപ്പോർഷൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിച്ചെഴുതാം. അടുത്തതാണ് സമാനുപാതം അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് പ്രൊപ്പോർഷൻ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് എ ബി എന്നീ 2 അളവുകളിലെ മാറ്റത്തിന്റെ നിരക്ക് തുല്യമായാൽ അവ സമാനുപാതത്തിൽ ആണെന്ന് പറയാം. 2 അംശബന്ധങ്ങൾ തന്നിട്ട് അവ സമാനുപാതത്തിൽ ആണെന്ന് പറയണമെങ്കിൽ ഒന്നിന്റെ വില കൂടുമ്പോൾ മറ്റതിൻ്റെയും വില എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഇനി ഒന്നിന്റെ വില കുറയുമ്പോഴോ മറ്റതിന്റെ വില എന്ത് ചെയ്യണം? കുറയണം. അങ്ങനെയാണെങ്കിൽ അവ സമാനുപാതത്തിൽ ആണെന്ന് പറയാം. ഇവിടെ എ ബി എന്നീ 2 അളവുകൾ സമാനുപാതത്തിലായാൽ എ ബൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എ ബി എന്നീ അളവുകളുടെ ഏത് വിലകളും സമാനുപാതത്തിലാണെങ്കിൽ A1 B1 A2 B2 എന്നൊക്കെ പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. ഈ രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അടുത്തതാണ് വിപരീതാനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ വിപരീതാനുപാതം എന്താണെന്ന് നോക്കിയാലോ? 2 അംശബന്ധങ്ങളിൽ ഒന്നിന്റെ വില വർദ്ധിക്കുമ്പോൾ അടുത്തതിന്റെ വില കുറയുകയും രണ്ടാമത്തതിന്റെ വില കൂടുമ്പോൾ ആദ്യത്തിന്റെ വില കുറയുകയും ചെയ്യുന്നുവെങ്കിൽ അവ വിപരീതാനുപാതത്തിൽ ആയിരിക്കും. ഇവിടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? സമാനുപാതമായിരുന്നു, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരുന്നു അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ 2 അംശബന്ധങ്ങളിൽ ഒന്നിന്റെ വില കൂടുകയാണെങ്കിൽ രണ്ടാമത്തതിന്റെ വില എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതിന്റെ വില കൂടുകയാണെങ്കിലോ ആദ്യത്തിന്റെ വില കുറയുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്നിന്റെ വില വർദ്ധിക്കുമ്പോൾ അടുത്തതിന്റെ വില കുറയുന്നു. ഇനി രണ്ടാമത്തതിന്റെ വില കൂടുമ്പോൾ ആദ്യത്തിന്റെ വില കുറയുന്നു. അതിനെയാണ് നമ്മൾ വിപരീതാനുപാതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. എ ബി എന്ന 2 അളവുകൾ വിപരീതാനുപാതത്തിലായാൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് സ്ഥിര സംഖ്യ ആയിരിക്കും. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ എന്തായിരുന്നു? എ ബൈ ബി എന്ന് പറയുന്നത് സ്ഥിര സംഖ്യ ആയിരിക്കും. ഇവിടെ എ ഇൻറ്റു ബി അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അടുത്തത് എ ബി ഇവയുടെ ഏത് 2 വിലകൾക്കും A1 B1 ഈക്വൽ ടു A2 B2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിര സംഖ്യയാണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? A1 by B1 ഈക്വൽ ടു A2 by B2 എന്ന് പറയുന്നതായിരിക്കും
അവിടെ ഒരു സ്ഥിരസംഖ്യ ആയിരുന്നത് അല്ലേ. ഇവിടെ എന്താണ് A1 ഇൻറ്റു B1 ഈക്വൽ ടു A2 ഇൻറ്റു B2 എന്ന് പറയുന്നതാണ് ഒരു സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്. ഇനി വിപരീതാനുപാതത്തിൽ A2 ഈസ് ടു A1 എന്ന് പറയുന്നത് B1 ഈസ് ടു B2 തുല്യം ആയിരിക്കും. വിപരീതാനുപാതത്തിൽ എന്താണ് A2 ഈസ് ടു A1 എന്ന് പറയുന്നത് എന്താണ് B1 ഈസ് ടു B2 തുല്യം ആയിരിക്കും. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. LPUP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാവ് LPUP എന്ന 140 ഡേയ്സിന്റെ ഇന്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. കൂടാതെ ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോൺക്വർ പ്രിലിംസ് എന്ന 80 ഡേയ്സിന്റെ ചലഞ്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഓരോ സ്റ്റഡി പ്ലാനിനും ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയും. അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിനു ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് വരുന്നത്. 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 1000 ഡിസ്കൗണ്ട് 5 എന്ന ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ സമാനുപാതവും വിപരീതാനുപാതവും പഠിച്ചു അല്ലേ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യാനുപാതം അല്ലെങ്കിൽ മീൻസ് പ്രൊപ്പോർഷൻ ആണ്. എന്താണ് മീൻസ് പ്രൊപ്പോർഷൻ എന്ന് നോക്കാം. ABC ഇവ അനുപാതത്തിലായാൽ A:B എന്ന് പറയുന്നത് B:C. ഇതിന് നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞിരുന്നു A/B = B/C ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ BC എന്നിവ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം അനുപാതം എന്ന് പറയുന്നത് B²/C ആണ്. അതായത് A എന്ന് പറയുന്നത് B²/C ആണ്. ഇനി AB തന്നാൽ മൂന്നാം അനുപാതം എന്ന് പറയുന്നത് എന്താണ് B²/A ആണ്. അതായത് C = B²/A ആണ്. നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു അല്ലേ. AC തന്നാൽ മധ്യാനുപാതം എന്താണ് B = √AC. അതായത് നമുക്കിവിടെ Aയും Bയും Cയും കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ് ആണ്. ഇവിടെ ഒന്നാമത് പറഞ്ഞ എന്താണ്, നമുക്ക് Bയും Cയും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് A കണ്ടുപിടിക്കുക, അതേപോലെ Aയും Bയും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് C കണ്ടുപിടിക്കുക, കൂടാതെ Aയും Cയും തന്നാൽ എങ്ങനെയാണ് B കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് അവയുടെ അംശബന്ധവും അതേപോലെ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് ആണ്. ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് D ഗുണിക്കണം. ഇവിടെ D എന്ന് പറയുന്നത് വ്യത്യാസമാണ്. X:y എന്ന അംശബന്ധവും ആണെങ്കിൽ D × x/x-y. അതൊന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനോ D ഗുണിക്കണം y/x-y ആയിരിക്കും. അതായത് 2 സംഖ്യകളുടെ അംശബന്ധം എന്ന് പറയുന്നത് X:y അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് D ആണെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് D ഗുണിക്കണം x/x-y, അതേപോലെ D ഗുണിക്കണം y/x-y എന്ന് പറയുന്നത്. അപ്പോൾ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് 2 സംഖ്യകളുടെ അംശബന്ധം X:y ഗുണനഫലം m ആവുകയും, നമ്മൾ തൊട്ടു മുമ്പ് എന്തായിരുന്നു പറഞ്ഞത്, വ്യത്യാസം D ആവുന്നത് അല്ലേ. ഇവിടെയോ ഗുണനഫലം m ആവുകയാണെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് x ഗുണിക്കണം √m/xy, അതേപോലെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് y ഗുണിക്കണം √m/xy, x × y. അപ്പോൾ ഇതായിരിക്കും ആ 2 സംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളൊന്ന് പറഞ്ഞത് തന്നെയാണ് ABCD എന്നീ സംഖ്യകൾ അനുപാതത്തിലായാൽ ഈ അനുപാതത്തിൽ അന്ത്യപദങ്ങളുടെ ഗുണനഫലം മധ്യപദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതായത് AD = BC ആയിരിക്കും. ഇത് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അതായത് A:B = C:D ആണെങ്കിൽ നമുക്കതിനെ A/B = C/D എന്ന് എഴുതാം അല്ലേ. ഇനിയോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും, AD = BC എന്ന് കിട്ടും. ഓക്കെ, അതെന്നെയാണ് ഇവിടെയും പറയുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് നമ്മൾ കുറച്ച് സമവാക്യങ്ങളാണ്. സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള, ഇപ്പോൾ അനുപാതം തന്നാലും സംഖ്യകൾ കണ്ടുപിടിക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള, അംശബന്ധം കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞത് A/B = C/D ആണെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവരെവിടെയൊക്കെയാണ് തുല്യമാവുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ A/B അല്ലേ, അതായത് A:B = C:D,
അതായത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ഈ 3 ഇക്വേഷൻസും അത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ എ പ്ലസ് ബി ബൈ ബി എന്ന് പറയുന്നത് സി പ്ലസ് ഡി ബൈ ഡിക്ക് തുല്യമായിരിക്കും. രണ്ടാമത് പറയുന്നത് എ മൈനസ് ബി ബൈ ബി എന്ന് പറയുന്നത് സി മൈനസ് ഡി ബൈ ഡിക്ക് തുല്യമായിരിക്കും. ഇവിടെ ഒരു സൈനിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. സൈൻ ഇവിടെ അഡീഷനും ഇവിടെ സബ്സ്ട്രാക്ഷനും ആണ്. ഇനി അടുത്തതോ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറയുന്നത് സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡിക്ക് തുല്യമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡിക്ക് തുല്യമാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ആണെങ്കിൽ എക്സ് ബൈ എ ഈക്വൽ ടു വൈ ബൈ ബി ഈക്വൽ ടു സെഡ് ബൈ സി ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കി വെക്കുക. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആണ് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അത് എ ഈസ് ടു ബി ഈസ് ടു സി ആണെങ്കിൽ എക്സ് ബൈ എ ഈക്വൽ ടു വൈ ബൈ ബി ഈക്വൽ ടു സെഡ് ബൈ സി ആയിരിക്കും. ഇനി പറഞ്ഞിട്ടുള്ളത് എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് എ ഈസ് ടു ബി ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ വൈ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ബിയുമായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നോക്കി വെക്കാം. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് 1 ബൈ എ ഈസ് ടു 1 ബൈ ബി ഈസ് ടു 1 ബൈ സി എന്ന് പറയുന്നത് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ആണെങ്കിൽ, ഇത് ഇവിടെ ഒരു ഫ്രാക്ഷൻ പോലെയാണ്, ഭിന്നസംഖ്യകളാണ് അല്ലേ വന്നിട്ടുള്ളത് ഇവിടെ അംശബന്ധത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ്, എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവയുടെ വ്യുൽക്രമം എടുത്താൽ മതി. 1 ബൈ എക്സ് ഈസ് ടു 1 ബൈ വൈ ഈസ് ടു 1 ബൈ സെഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. അടുത്തത് നമ്മൾ എ എന്ന തുകയെ എക്സ് ഈസ് ടു വൈ എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. ഇനി എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ആണെങ്കിലോ, അതാണ് ഇവിടെ പറയുന്നത്. എ എന്ന തുകയെ അല്ലെങ്കിൽ സംഖ്യയെ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ 1-ാം ഭാഗം 2-ാം ഭാഗവും 3-ാം ഭാഗവും കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയേ, എക്സ് ഗുണിക്കണം എ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. 2-ാം ഭാഗം എന്ന് പറയുന്നത് വൈ ഗുണിക്കണം എ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. 3-ാം ഭാഗം എന്ന് പറയുന്നത് എക്സ് ഗുണിക്കണം എ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, ആകെയുള്ള അംശബന്ധത്തിന്റെ തുകയാണല്ലോ. അതായത് അംശബന്ധത്തിലുള്ള സംഖ്യകളെല്ലാം എക്സും വൈയും സെഡും കൂട്ടുന്നതാണ് അല്ലേ. അതാണ് അംശബന്ധങ്ങളുടെ ആ സംഖ്യകളുടെ തുകയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഛേദമല്ല ഒന്ന് തന്നെയാണ്, ആ അംശമാണ് മാറി മാറി വരുന്നത്. ആദ്യത്തെ ഭാഗം കണ്ടുപിടിക്കാൻ എക്സ്, 2-ാമത്തെ ഭാഗം കണ്ടുപിടിക്കാൻ വൈ, 3-ാമത്തെ ഭാഗം കണ്ടുപിടിക്കാൻ എന്താണ്, സെഡ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് അനുപാതവുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് എ ഈസ് ടു ബി എന്ന് പറയുന്നത് 3:7 ബി ഈസ് ടു സി എന്ന് പറയുന്നത് 4:5 ആണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 12:28:35, ഓപ്ഷൻ ബി 21:28:20, ഓപ്ഷൻ സി 3:7:5, ഓപ്ഷൻ ഡി 7:4:5. ഇവിടെ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ ഇതുമായി ബന്ധപ്പെട്ട്. എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു എ ഈസ് ടു ബിയും വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയും ആണെങ്കിൽ, അപ്പോൾ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എത്രയാണ്, എ സി ഈസ് ടു ബി സി ഈസ് ടു ടി ഡി. ഇവിടെ എ എന്ന് പറയുന്നത് 3 ബി എന്ന് പറയുന്നത് 7, സി എന്ന് പറയുന്നതോ 4, അതേപോലെ ഡി എന്ന് പറയുന്നത് 5. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതായത് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് എ സി ഈസ് ടു ബി സി ഈസ് ടു ബി ഡി ആണ്. എ സി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു സി 3:4 ഈസ് ടു ബി സി എന്ന് പറഞ്ഞാലോ 7:4 ഈസ് ടു ബി ഡി 7:5. അങ്ങനെ വരുമ്പോൾ 3:4 12, 7 4 28, 7 5
5. 12:28:35 ആണ് A:B:C എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 12:28:35. രണ്ടാമത്തെ ചോദ്യം നോക്കാം. A = 5/8 × B, B = 4/7 × C എങ്കിൽ A:B:C എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഭയങ്കര ടഫ് ഉള്ള പോലെ തോന്നും, പക്ഷെ നമ്മൾ തൊട്ട് മുൻപേ ചെയ്ത് അതേ രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 5:8:7, ഓപ്ഷൻ ബി 40:28:35, ഓപ്ഷൻ സി 5:8:9, ഓപ്ഷൻ ഡി 20:35:56. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് A = 5/8 B എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിന് നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ. ഈ ബി എന്ന് പറയുന്ന സംഖ്യ സമത്തിന്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഗുണനമാണ്, അത് ഹരണമായിട്ട് മാറും അല്ലേ. A/B = 5/8 എന്ന് കിട്ടും. ഇതിനെ മാറ്റി എഴുതാലോ, റേഷ്യോ ആയിട്ട് മാറ്റി എഴുതാലോ. A:B എന്ന് പറയുന്നത് 5:8 ആണ്. അപ്പൊ നമുക്ക് ഒരു റേഷ്യോ കിട്ടി. ഇതേ രീതിയിൽ നമുക്ക് ഇതും ചെയ്യാം. തന്നെ ചെയ്ത് നോക്കൂ, തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അതായത് B = 4/7 C ആണല്ലോ. ഈ സീനെ തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത പോലെ തന്നെ B/C എന്ന് മാറ്റി എഴുതാം. = 4/7. ഇതിനെ മാറ്റി എഴുതുമ്പോഴോ B:C എന്ന് പറയുന്നത് 4:7 ആണ്. അപ്പം നമുക്ക് 2 റേഷ്യോ കിട്ടി. ഇത് നമുക്ക് A:B:C കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഇക്വേഷൻ എന്തായിരുന്നു? A:B:C എന്ന് പറയുന്നത് AC:BC:BD. ഇവിടെ A എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. B എന്ന് പറയുന്നത് 8 ആണ്. C എന്ന് പറയുന്നത് 4 ആണ്. D എന്ന് പറയുന്നത് 7 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. A:B:C എന്ന് പറയുന്നത് AC അല്ലേ, 5 × 4. അടുത്തത് BC എന്ന് പറയുന്നത് 8 × 4. BD എന്ന് പറയുന്നത് 7 × 8. ഇതെന്ന് പറയുന്നത് 20:32:56. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 5:8:9 എന്ന് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ സി 5:8:9 ആണ് A:B:C എന്ന് പറയുന്നത്. ഇത് തൊട്ട് മുമ്പ് ചെയ്ത അതേ രീതി തന്നെയാണ് ഈ എയും ബിയും. അതായത് നമ്മളൊന്ന് റേഷ്യോ ആക്കി എടുക്കണമെന്ന് മാത്രം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കസേരയുടെയും മേശയുടെയും അലമാരയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 5:18:30 ആണ് എങ്കിൽ കസേരയുടെ വില 1000 ആണെങ്കിൽ അലമാരയുടെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ എ 5000, ഓപ്ഷൻ ബി 6000, ഓപ്ഷൻ സി 3000, ഓപ്ഷൻ ഡി 18000. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് നോക്കാം. ഇവിടെ കസേരയുടെയും മേശയുടെയും അലമാരയുടെയും വിലകൾ തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലേ 5:18:30 എന്ന് പറയുന്നത്. ഇവിടെ കസേരയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്, മേശയുടെ റേഷ്യോ എന്ന് പറയുന്നത് 18 ആണ്, അലമാരയുടെ റേഷ്യോ എന്ന് പറയുന്നത് 30 ആണ്. ഇവിടെ നമുക്ക് അലമാരയുടെ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ളതാണ് കസേരയുടെ വില അല്ലേ. അതായത് ഈ 5 ആണ് ഇവിടെ 1000 ആയിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 30 എന്ന റേഷ്യോയിലുള്ള അലമാരയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അലമാരയുടെ വില എന്ന് പറയുന്നത് 1000 എത്രയാണോ അതിൻ്റെ വില എത്രയാണ് 1000 ആയിരുന്നു. അതിനെ നമ്മൾ ആദ്യത്തെ കസേരയുടെ ആണല്ലോ ആദ്യമുള്ളത്, അതിൻ്റെ റേഷ്യോ വെച്ചിട്ട് അംശബന്ധം വെച്ച് ഹരിക്കാം. അതിനോട് നമ്മൾ അലമാരയുടെ അംശബന്ധം ഗുണിക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 1000 ഹരിക്കണം 5 എത്രയാണ് 200 ആണ്. ഗുണിക്കണം 30, 2 ഗുണിക്കണം 3 6, ബാക്കിയുള്ളത് 1 2 3 പൂജ്യങ്ങൾ. ഓപ്ഷൻ ബി 6000 ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ അലമാരയുടെ വില എന്ന് പറയുന്നത് എത്രയാണ് 6000 രൂപയാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ അലമാരയുടെ വില എന്ന് പറയുന്നത് 1000 ഹരിക്കണം 5 ഗുണനം 30 ആണ്. ഉത്തരം എന്ന് പറയുന്നത് 6000 രൂപയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എന്താണ് അനുപാതം എന്ന് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട കുറേ ഇക്വേഷൻസും സമവാക്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു.
പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടോപ്പിക്കിൽ, അതായത് അംശബന്ധത്തിലെയും അനുപാതത്തിലെയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്